പിന്നെ നിങ്ങൾ ദേശസ്നേഹം മുസ്ലിങ്ങളെ പഠിപ്പിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ സംഘപരിവാർ വളർന്നിട്ടില്ല. ഇനി നിങ്ങൾ വളരുകയുമില്ല, നിങ്ങൾക്കതിനുള്ള യോഗ്യതയുമില്ല. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ സർവാധിപതിയായ ജോർജൻ ചാവന്റെ കുഞ്ചിരോമം പിടിച്ചു കുലുക്കിക്കൊണ്ട് ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ കരിങ്കൽ ഭിത്തികളെ കിടിലം കൊള്ളിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോയി, മിസ്റ്റർ ജോർജ്, I want to go with the substance of freedom in India in my hands. If you do not want to give us freedom in India, you will have to give me a grave here. പറന്നു വീണ നാടിന്റെ സ്വാതന്ത്ര്യം എന്ന വസ്തു എന്റെ രണ്ട് കൈയും നിറയെ മുറുകെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നവനാ ഞാൻ. എന്റെ നാടിന് സ്വാതന്ത്ര്യം തരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ സ്വാതന്ത്ര്യമില്ലാത്ത സ്വാതന്ത്ര്യമുള്ള ഈ മണ്ണിൽ വീണ് ഞാൻ മരിക്കും. ഇവിടെ വീണ് ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് പോലും നിങ്ങൾ സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യ രാജ്യത്തേക്ക് കൊടുത്തുവിടരുത്. എന്റെ മയ്യത്ത് സ്വാതന്ത്ര്യമുള്ള ഒരു മണ്ണിൽ അടക്കം ചെയ്യപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് രാജ്യത്തിനു വേണ്ടി ഘോരഘോരം ഗർജിച്ച് രക്തം ഛർദ്ദിച്ച് മരണപ്പെട്ട മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ മക്കളാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായം. അവരെ നിങ്ങൾ ദേശസ്നേഹം പഠിപ്പിക്കരുത്. സവർക്കറുടെ പാരമ്പര്യമല്ല ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിനുള്ളത്. ഞങ്ങൾ വളരെ വ്യക്തമായി പറയുന്നു, ഗാന്ധിയെ, ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവായ ഗാന്ധിയെ അനുകരിച്ച അദ്ദേഹത്തിന്റെ കൂടെ അനുധാവനം ചെയ്തു പോയി എന്നതിന്റെ പേരിൽ, ഇടയ്ക്ക് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഏർപ്പെട്ടതിന്റെ പേരിൽ മഹാനായ മൗലാന മുഹമ്മദ് അലിയെയും ഷൗക്കത്ത് അലിയെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചപ്പോൾ, തൂക്കിക്കൊല്ലാൻ സാധ്യതയുണ്ടെന്ന വാർത്ത വരുന്നപ്പോൾ മൗലാന മുഹമ്മദ് അലി കത്തെഴുതി പ്രിയപ്പെട്ട ഉമ്മായിക്കുമ്മ, ഈ പൊന്നുമോൻ, എന്റെ ഉപ്പ മരണപ്പെട്ടപ്പോൾ എന്നെ ആരും സഹായിക്കാനില്ലാതിരുന്നപ്പോൾ എന്റെ പ്രിയപ്പെട്ട ഉമ്മ വളരെ ദൗർബല്യങ്ങളും വേദനകളും സഹിച്ച, ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച വിധവയാണ് എന്റെ ഉമ്മ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ കാതിൽ കിടന്ന കമ്മലൂരി വിറ്റുകൊണ്ടാണ് എന്നെ പഠിപ്പിച്ചത്. ഞാൻ ഓക്സ്ഫോർഡ് വരെ പോയെങ്കിലും എനിക്ക് പഠനം പൂർത്തിയാക്കി ഉന്നതമായ ഉദ്യോഗം കരസ്ഥമാക്കാൻ കഴിയുമായിരുന്നെങ്കിലും അതെല്ലാം വിട്ടിട്ട് സ്വാതന്ത്ര്യ സമരത്തോടുള്ള അടങ്ങാത്ത ആവേശത്തിന്റെ പേരിൽ, ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോടുള്ള ഒടുങ്ങാത്ത ഇഷ്ടത്തിന്റെ പേരിൽ ഞാൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ ഇറങ്ങി പുറപ്പെട്ടുമ്മ. ഉമ്മ, എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ല, എനിക്ക് ശമ്പളം വാങ്ങാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മായിക്ക് ഞാൻ ജോലി ചെയ്തുണ്ടാക്കിയ പൈസ കൊണ്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും എനിക്ക് തരാൻ കഴിഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഞാൻ തൂക്കുമരത്തിലേറ്റപ്പെടാൻ പോകുന്നു എന്നാ അറിയുന്നത്. ഞാൻ എങ്ങാനും തൂക്കുമരത്തിലേറ്റപ്പെട്ടാൽ ഉമ്മായോട് നന്ദികേട് കാണിച്ച ഒരു മകനായിട്ട് ഉമ്മ എന്നെ കാണല്ല ഉമ്മ. നാളെ പരലോകത്ത് എനിക്കെതിരെ സാക്ഷി പറയല്ല ഉമ്മ. പ്രിയപ്പെട്ട ഉമ്മായിക്ക് കത്തെഴുതിയപ്പോൾ ആ ബീഗം മാതിര എന്ന ധീരവനിത കത്തെടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് നിറകണ്ണുകളോടെ തന്റെ പ്രിയപ്പെട്ട മകന് ഇച്ഛാശക്തിയോടെ, ഹൃദയത്തിലെ ഉറച്ച ഇച്ഛാശക്തിയോടെ, നിശ്ചയദാർഢ്യത്തോടെ തന്റെ പ്രിയപ്പെട്ട മകന് കത്തെഴുതിയിട്ടുണ്ട്, മോനെ, നിന്നെ തൂക്കുമരത്തിലേറ്റാൻ പോകുന്നു എന്ന വാർത്ത എന്റെ കാതിലും വന്നു. മോനെ, ഉമ്മായിക്ക് വേണ്ടി നീ ജോലി ചെയ്തില്ല, നീ ശമ്പളം വാങ്ങിയില്ല, ഉമ്മാക്ക് ഭക്ഷണം തന്നില്ല. ഇതൊന്നും ഉമ്മായിക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമല്ല. പൊന്നുമോനെ, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ട് രക്തസാക്ഷിയായ മക്കളുടെ മാതാവാണെന്ന് ഞാൻ അഭിമാനിക്കും മോനെ. എനിക്കെന്റെ പൊന്നുമോനോട് പറയാനുള്ളത്, നിന്നെ എങ്ങാനും വെള്ളക്കാരൻ തൂക്കുമരത്തിലേറ്റിയാൽ തൂക്കുമരത്തിലേക്ക് കയറ്റുന്നതിന് മുമ്പ് നിനക്ക് കൊലച്ചോറും വെള്ളവും ബ്രിട്ടീഷുകാരൻ കൊണ്ട് തന്നാൽ അവന്റെ കൈ കൊണ്ട് തരുന്ന ആ വെള്ളം നീ വാങ്ങി കുടിക്കല്ല മോനെ, ആ ഭക്ഷണം നീ വാങ്ങി കഴിക്കല്ല മോനെ. അവസാനമായി കൊലച്ചോറ് തരുന്നത് വാങ്ങി കഴിച്ചുകൊണ്ട് നീ പോകരുത്. നീ ഒട്ടിയ വയറോടെ തൂക്കുമരത്തിലേക്ക് പോകണം. നിന്റെ കഴുത്തിൽ തൂക്കുകയറ് വീഴുമ്പോൾ ആദ്യമായി നീ മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന് പറയണം. രണ്ടാമതായി നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തൂക്കുമരത്തിൽ കിടന്ന് പറയണമെന്ന് തന്റെ പ്രിയപ്പെട്ട മകന് കത്തെഴുതിയ ബീഗം ആബിദായപ്പോൾ ഒരു പെണ്ണിന് ജന്മം കൊടുക്കാൻ, ഒരു പെണ്ണിനെ വേറെ പ്രസവിക്കുവാൻ ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും അമ്മമാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ ബീഗം ആബിദായുടെ പ്രിയപ്പെട്ട മക്കളാണ് ഇവിടുത്തെ മുസ്ലിങ്ങൾ. അവരെ ദേശസ്നേഹം പഠിപ്പിക്കരുത്. ഞങ്ങളിവിടെ എന്താ ചെയ്തത്? സ്വാതന്ത്ര്യ സമരത്തിന്റെ സംവിധായകനും ലോകസമാധാനത്തിന്റെ പ്രതിഭാശാലിയും സ്വതന്ത്ര ഭാരതത്തിന്റെ രാഷ്ട്രപിതാവുമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗാന്ധിയെ വെടിവെച്ചുകൊണ്ട നാഥുറാം വിനായക ഗോഡ്സെ മുസ്ലിമായിരുന്നോ? അതേ സംഘപരിവാറിൽപ്പെട്ടവനായിരുന്നോ? മറുപടി പറയണം നിങ്ങൾ. ഇന്ത്യയുടെ ഉരുക്കുവനിതയെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചുകൊന്ന സത്വന്ത് സിംഗും ബിയാന്ത് സിംഗും മുസ്ലിങ്ങളായിരുന്നോ? ജനറൽ വൈദ്യയെ വെടിവെച്ചുകൊന്നത് മുസ്ലിങ്ങളാണോ? ഏതെങ്കിലും മുസ്ലിം രാഷ്ട്രം സന്ദർശിക്കാൻ പോയപ്പോഴാണോ രാജീവ് ഗാന്ധിക്ക് തോക്കുകൊണ്ട് അടിയേറ്റത്? ഏതെങ്കിലും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണോ രാജീവ് ഗാന്ധി വെടിവെച്ചുകൊന്നത് ബോംബ്
വെച്ച് കൊന്നത്? ഞങ്ങൾ ഇവിടെ എന്ത് തെറ്റാ ചെയ്ത്? ജനറൽ വൈദ്യ വെടിവെച്ച് കൊന്നത് മുസ്ലിങ്ങളാണോ? ഇന്ത്യ രാജ്യത്ത് മുസ്ലിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയുന്നത്? പിന്നെ ഇന്ത്യ രാജ്യത്ത് ചില ചെറുപ്പക്കാരൊക്കെ തെറ്റായി ചിന്തിച്ച് തെറ്റായ വഴിയിലൂടെ ചില പ്രവർത്തനങ്ങൾ അടുത്ത സമയത്ത് ചില മേഖലകളിൽ ചെറിയ തോതിൽ ആരംഭിച്ചിട്ടുണ്ട്. അതിനെ നിരുത്സാഹപ്പെടുത്തുന്നവണ്ണമാ ഇന്ത്യയിലെ മുസ്ലിം നേതൃത്വം ഇതുവരെയും പെരുമാറിയിട്ടുള്ളത്. ഏതെങ്കിലും ഒരു പള്ളിയുടെ മിമ്പറിൽ നിന്ന് ബോംബ് വെക്കാൻ ഇന്നുവരെ ആഹ്വാനം ചെയ്തിട്ടില്ല. എന്നാൽ 4.5 നൂറ്റാണ്ടുകാലം ഇന്ത്യൻ മതേതരത്വത്തിന്റെ ജ്വലിക്കുന്ന പ്രതീകമായ ബാബരി മസ്ജിദിന്റെ മുനാരങ്ങൾ തട്ടിത്തകർക്കാൻ ഇന്ത്യയിലെ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിൽ പൂജിച്ച ശിലകളുമായിട്ടാണ് ബാബരി മസ്ജിദ് തകർക്കാൻ പോയത്. സംഘപരിവാറാണ് അത് ആസൂത്രണം ചെയ്തത്, അല്ലേ? എന്നാൽ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ നിന്ന് ഇന്നുവരെ നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ എവിടെങ്കിലും ബോംബ് വെക്കാൻ ഒരു പണ്ഡിതൻ ആഹ്വാനം ചെയ്തു എന്ന്? ചെയ്തിട്ടില്ല. ബാബരി മസ്ജിദ് തകരുന്നതിന് മുമ്പ് ഇന്ത്യയിൽ എത്ര കലാപങ്ങൾ ഉണ്ടായി, എത്ര ആയിരങ്ങൾ കൊല്ലപ്പെട്ടു. അന്നൊന്നും ഇന്ത്യയിൽ ഒരു ബോംബാക്രമണവും ഉണ്ടായില്ല. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യയിലെ അരക്ഷിതത്വ ബോധമുണ്ടായ കാരണം എന്താ? ഇന്ത്യയുടെ ഭരണകൂടം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി തലേ ദിവസവും ഉറപ്പുവരുന്നു ബാബരി മസ്ജിദ് സംരക്ഷിക്കുമെന്ന്. എന്നിട്ട് ബാബരി മസ്ജിദിന്റെ കട്ടകൾ ഒന്നൊന്നായി ഇളകി വീഴുമ്പോൾ 100-ലധികം ചാനലുകളുള്ള തന്റെ ടിവിയിൽ അദ്ദേഹം ഓരോ ചാനലുകളും മാറി മാറി കണ്ട് തകർന്നു വീഴുന്ന ബാബരി മസ്ജിദിന്റെ അവസാനത്തെ കല്ലും താഴെ വീണു എന്നറിയുന്നത് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിണ്ടുന്നില്ല. ബാബരി മസ്ജിദ് തകർത്തവർക്കെതിരെ ഒരാഴ്ച പോലും അവരെ ജയിലിലടയ്ക്കാൻ കഴിഞ്ഞില്ല. ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ആയിരങ്ങൾ ബോംബെയിൽ കൊല്ലപ്പെട്ടു. വീടുകളിൽ കയറി തീയിട്ടപ്പോൾ വീട്ടിൽ നിന്ന് കരിയാതെ മാതാപിതാക്കളുടെ അടുക്കൽ നിന്ന് ഓടി രക്ഷപ്പെട്ട 2 പിഞ്ചുമക്കൾ ചുനാബട്ടി മസ്ജിദിന്റെ മുകളിൽ കയറി വന്നിട്ട് ആ പൊന്നുമക്കൾ മാതാപിതാക്കൾ തീയിൽ കിടന്ന് വെന്തരിയുന്നത് കണ്ടിട്ട് വിറച്ചുകൊണ്ട് ഓടി വന്ന് പള്ളിയുടെ മേളിൽ കയറി നിന്നിട്ട് വിശുദ്ധ ഖുർആൻ എടുത്ത് വെച്ച് ഉറക്കെ ഓതാൻ തുടങ്ങി. ഭയം കൊണ്ടാ കുഞ്ഞുങ്ങൾ ചുനാബട്ടി മസ്ജിദിനകത്തേക്ക് കടന്നു ചെന്നിട്ടാ ആ പൊന്നുമക്കളെ പീസായിട്ട് വെട്ടിമുറിച്ചിട്ടത്. ഇങ്ങനൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായപ്പോഴും ഇന്ത്യയിലെ മുസ്ലിം മുഖ്യധാര ഇവിടുത്തെ മതേതര പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനാധിപത്യ രീതിയിൽ പ്രതികരിക്കുക മാത്രമാ ചെയ്തിട്ടുള്ളത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? ഏതാനും ചില ചെറുപ്പക്കാർ എവിടെങ്കിലും ധാരണപ്പിശകിൽ ഇതൊക്കെ കണ്ട് സഹിക്കാനായപ്പോൾ കുറച്ച് ബോംബ് പൊട്ടിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാമെന്ന് കരുതി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ ഈ സമുദായം എന്നും ഒറ്റപ്പെടുത്തുകയാ ചെയ്തത്. കാരണം എന്താ? ഞങ്ങൾക്കറിയും, ഈ രാജ്യത്തെ മുസ്ലിം സമുദായത്തിനറിയും, ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായി മതേതര പ്രസ്ഥാനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് അവകാശങ്ങൾ നേരിടേണ്ടവരാ. ഒരിക്കലും മനുഷ്യനെ ബോംബ് വെച്ച് കൊല്ലാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. മഹാനായ പ്രവാചകൻ വിശ്വവിമോചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്ത് രാഷ്ട്രീയ പരിപാടിയിലും ചൊല്ലാം, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട അനുചരന്മാരുമായിട്ട് രാത്രിയിൽ ഒരിടത്ത് വന്ന് ഒരു യാത്ര കഴിഞ്ഞ് വന്ന് വിശ്രമിക്കുമ്പോൾ അതികഠിനമായ ശൈത്യം കാരണം മഹാനായ പ്രവാചകന്റെ അനുചരന്മാരിൽ ചിലർ പോയിട്ട് കുറച്ച് തീ കത്തിച്ചു. ആ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീ കത്തുന്ന ഭാഗത്തേക്ക് പ്രവാചകനും പതുക്കെ നടന്നുപോയി. അടുത്തേക്കെത്തുമ്പോൾ പ്രവാചകൻ പെട്ടെന്ന് നിന്നു. എന്നിട്ട് പ്രവാചകൻ ചോദിക്കുന്നു, ആരാ തീ വെക്കുന്നത്? ആരാ തീ കത്തിച്ചത്? പെട്ടെന്ന് അണയ്ക്കുക, വെള്ളം കോരി ഒഴിക്കുക, മണ്ണ് വാരിയിടുക, വേഗം അണയ്ക്കുക. പ്രവാചകന്റെ ചുണ്ടുകളിൽ നിന്ന് വന്ന പ്രഖ്യാപനം, ആ ആജ്ഞ അക്ഷരാർത്ഥത്തിൽ സ്വീകരിച്ചുകൊണ്ട് പെട്ടെന്ന് വെള്ളം കോരി ഒഴിച്ച് മണ്ണ് വാരിയിട്ട് ആ തീ മൊത്തം അണച്ചു കളഞ്ഞു അനുചരന്മാർ. എന്നിട്ട് വന്ന് ചോദിച്ചു പ്രവാചകരെ. പ്രവാചകനപ്പോൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് തീ അണഞ്ഞെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, സ്തുതികളഖിലവും ആകാശഭൂമികളുടെ ഉടമയായ തമ്പുരാനാണ്. വന്നപ്പോൾ തന്റെ അനുചരന്മാരടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്തേ പ്രവാചകരെ, ഞങ്ങൾ അല്പം ഒന്ന് തണുപ്പകറ്റാൻ വേണ്ടി തീ കത്തിച്ചതിന് അതെന്തിനാ അങ്ങ് അണയ്ക്കാൻ പറഞ്ഞത്? നിങ്ങൾ തണുപ്പകറ്റാൻ വേണ്ടി തീ കത്തിച്ചതല്ല പ്രശ്നം. ദേ നോക്കുക, നിങ്ങൾ എറുമ്പ് ഇഴഞ്ഞു പോകുന്നത് കണ്ടില്ലേ? ഈ എറുമ്പിൻ കൂട്ടം കുറച്ചുകൂടി മുമ്പോട്ട് പോയിരുന്നെങ്കിൽ ആ തീയിൽ ചെന്ന് പെട്ടി കരിഞ്ഞു പോകുമായിരുന്നു. ഒരെറുമ്പിനെപ്പോഴും തീ കൊണ്ട് കരിക്കാൻ സർവേശ്വരനായ ജഗന്നിയന്താവായ തമ്പുരാൻ അനുവദിക്കുന്നില്ല. തീ കൊണ്ടൊരു ജീവിയെയും കരിക്കാൻ അനുവദിക്കുന്നില്ല. തീ കൊണ്ടൊരു എറുമ്പിനെ കരിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഒരിക്കലും ഒരു മുസ്ലിമിന് എവിടെന്നെങ്കിലും ഒരു ബോംബുണ്ടാക്കി കുറച്ച് തുണി കൊണ്ട് പുറച്ച് പൊതിഞ്ഞിട്ട് എവിടെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഇങ്ങനെ വെച്ചിട്ട് പൊട്ടിച്ച് കുറച്ച് നിരപരാധികളെ കൊല്ലാൻ പറ്റില്ല. പറ്റൂല മക്കളെ, പറ്റൂല. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. വളരെ വ്യക്തമാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം, വളരെ വ്യക്തമാണ്. ഡിക്ലെയർഡ് വാറുകളിൽ, പ്രഖ്യാപിത യുദ്ധങ്ങളിൽ, രാഷ്ട്രങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ, ആ യുദ്ധങ്ങളിൽ പോലും പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട അനുചരന്മാരോട് പറഞ്ഞു, ഒരു ജീവിയും കൊല്ലപ്പെടരുത്.
വെട്ടിമുറിക്കപ്പെടരുത്, പക്ഷിപരവാദികൾ കൊല്ലപ്പെടരുത്, വൃക്ഷലതാദികൾ വെട്ടിമുറിക്കപ്പെടരുത്. മഹാനായ പ്രവാചകൻ പറഞ്ഞു, പ്രഖ്യാപിത യുദ്ധങ്ങളിൽ പോലും നിരപരാധികൾ കൊല്ലപ്പെടരുതെന്ന് പഠിപ്പിച്ച ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾക്ക് എങ്ങനെയാ എവിടെങ്കിലും ഒരു ട്രെയിനിൽ ഒരു ബോംബ് കൊണ്ടുവച്ചിട്ട് നിരപരാധികളെ കൊല്ലാൻ കഴിയുക? ഒരിക്കലും പറ്റൂല. ഇസ്ലാം ഒരു മുസ്ലിമിനെ അത് അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിന് അങ്ങനെ ആകാൻ കഴിയില്ല. എവിടെങ്കിലും ആരെങ്കിലും വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരണം. ബോംബെയിൽ നിരപരാധികൾ കൊല്ലപ്പെട്ടു. ഒരുപാട് പറയാനുള്ള കാര്യമാണ്. ഇത്രയും കാലം നമുക്കൊക്കെ അറിയാം, ഇത്രയും കാലം സംഘപരിവാർ പറഞ്ഞുകൊണ്ട് നടന്നതെന്താ? മുസ്ലിങ്ങളെല്ലാം ഭീകരന്മാരാണ് എന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ ഭീകരന്മാരൊക്കെ മുസ്ലിങ്ങളാണ്. ഇത് തന്നെ മറ്റേ അമ്മാവനും പറഞ്ഞത്. ഏതമ്മാവൻ? ഇവിടെ ഒന്ന് തലകുനിച്ചല്ലോ ഒരമ്മാവൻ. ആരാത്? പ്രിയങ്കരനായ ആദരണീയനായ ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശത്തിന് വില കൊടുക്കുന്ന വൃത്തികെട്ട ജോർജ് ബുഷ് അല്ലേ? ഇത്ര നല്ലൊരു മനുഷ്യാവകാശ പ്രേമിയെ വേറെ കാണാൻ പറ്റുമോ? എത്ര പെട്ടെന്നാ ഒരു ചെറുപ്പക്കാരൻ, ഒരു 28 വയസ്സുകാരൻ ലോകത്തിന്റെ ആരാധനാപാത്രമായി മാറിയത്. നോർത്തു നോക്കിയേ. 28 വയസ്സുള്ള മുന്തളിർ സെയ്ദ് എന്ന് പറയുന്ന പൊന്നുമോൻ ഒരു ചെരുപ്പെടുത്ത് 2 ചെരുപ്പെടുത്ത് അങ്ങിട്ട് കൊടുത്തു. എന്താ ഉണ്ടായ ലോകത്തുണ്ടായ വിപ്ലവം, ലോകത്തുണ്ടായ ചലനം, ലോകത്തുണ്ടായ വികാരം എത്ര വലുതാ അത്! ആരാ എറിഞ്ഞ്? ഏറ് കൊണ്ടവൻ ആരാ? അധികാരത്തിന്റെ ഹുങ്ക് തലയിൽ പിടിച്ച് ലക്ഷോപലക്ഷം ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നവൻ. എത്ര 10 ലക്ഷത്തിലധികം പേരെ യാതൊരു കാരണവുമില്ലാതെ ഇറാഖിൽ കൊന്നൊടുക്കിയവൻ. 5 ലക്ഷത്തിലധികം പിഞ്ചു കുഞ്ഞുങ്ങളെ ഉപരോധത്തിലൂടെ കൊന്നൊടുക്കിയവൻ. പിറന്നു വീണ നാട്ടിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്വതന്ത്രരായ മനുഷ്യരെ പിടിച്ച് കയ്യും കാലും കൂട്ടിക്കെട്ടി അബൂഗരീബിലെ തടങ്കൽ പാളയത്തിൽ കൊണ്ടിട്ടിട്ട് തന്റെ പട്ടാളക്കാരിൽ ലൈംഗിക വൈകൃതത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു അക്ഷരമുരിയാടാതെ നായ്ക്കളെ വിട്ട് അബൂഗരീബിൽ 100കണക്കിന് നിരപരാധികളെ നായ്ക്കളെ കൊണ്ട് കടിച്ചു കീറിപ്പിക്കുമ്പോൾ അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാതെ അമേരിക്കയിലെ പട്ടാളക്കാരൻ ഇറാഖിൽ നടത്തുന്ന കൃത്യകെട്ട മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ഒരു അക്ഷരം മിണ്ടാതെ നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്നവൻ, അവന് കിട്ടേണ്ട ഏറ്റവും വലിയ സമ്മാനം തന്നെ കിട്ടി, ഷൂ. ആ ഷൂ അവനെ അങ്ങ് എറിഞ്ഞപ്പോൾ മുന്തളിർ സെയ്ദ് ആരായി? ഈജിപ്തിലെ കോടീശ്വരന്മാര് പറയുന്നു, അയാളുടെ ഭാര്യയിൽ പൊട്ടിയിട്ടുണ്ട് ശരിയാ, ഇടി കുറച്ച് കിട്ടി ശരിയാ, പക്ഷെ ഈജിപ്തിലെ കോടീശ്വരന്മാര് പറയുന്നു അവൻ ഇറങ്ങിയാൽ എന്റെ പൊന്നു മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കും. എത്ര പേരെ കെട്ടുമെന്നറിയാൻ പറ്റൂല പാവം മുന്തളിർ സെയ്ദ് ഇറങ്ങിയാൽ. അത്ര വാഗ്ദാനങ്ങളാ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കും. ആ ഷൂവിന് 48 കോടി രൂപ വില പറഞ്ഞിരിക്കും. 2 ഷൂവിന് 100ലധികം കമ്പനികൾ ആ ഷൂവിന്റെ മോഡലിലുള്ള ഷൂ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഒരു കമ്പനിക്ക് മാത്രം 3 ലക്ഷം ഷൂവിന് ഓർഡർ വന്നിരിക്കുന്നു. ഒരു ഷൂ എത്ര പെട്ടെന്ന് ആ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചതെന്നൊന്ന് നോക്ക്. പൊന്നുമോനെ മുന്തളിർ സെയ്ദേ, നിന്നെ ഒന്ന് കിട്ടിയെങ്കിൽ ആ കവിളിൽ ചുടുചുംബനങ്ങൾ അർപ്പിക്കാമായിരുന്നു. നീ എത്ര വലിയ കാര്യമാ കാണിച്ചത്! ഇത് എടുത്തങ്ങിട്ടുകൊടുത്തിട്ട് എന്താ പറഞ്ഞത്? ഇറാഖിൽ ഞങ്ങളുടെ ദൗത്യങ്ങളൊക്കെ വിജയിച്ചിരിക്കുന്നു, എന്റെ വിടവാങ്ങൽ അവസാനമായി ഞാൻ ഇറാഖിൽ വന്നതാണ്, ഇനിയും ഇറാഖിലുള്ള ദൗത്യം ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് പറയുമ്പോൾ എടാ നായേ, ഇതാണെടാ നിനക്കുള്ള വിടവാങ്ങൽ സമ്മാനം. ഇതാണ് നിനക്കുള്ള വിടവാങ്ങൽ സമ്മാനം. യാത്രയപ്പ് ഷൂ കൊണ്ട്. അവിടെ നായെന്ന് വിളിച്ചിട്ട് ഒരു പ്രശ്നവുമില്ല. അറിയാതെ VS ഒന്ന് പട്ടി എന്ന് പറഞ്ഞു പോയാൽ എന്തൊക്കെ ബഹളങ്ങളാണ്. VS സ്വതസിദ്ധമായ ശൈലിയിൽ ഒന്ന് പറഞ്ഞു പോയി. എന്താ അവിടെ എങ്ങനെ ചെന്നപ്പോ പറഞ്ഞു, സന്ദീപിന്റെ അച്ഛൻ പറഞ്ഞു ഒരു പട്ടിയെ ഇവിടെ കയറ്റൂല. ഒരു പത്രക്കാരൻ ചോദിച്ചു അതിനെപ്പറ്റി എന്ത് പറയുന്നു? അദ്ദേഹം പറഞ്ഞു, സന്ദീപിന്റെ വീടായോണ്ടല്ലേ ഞങ്ങളൊക്കെ പോയത്. രാജ്യത്തോട് കൂറുള്ള, ഈ രാജ്യത്തിന് വേണ്ടി മരിച്ച ഒരു മനുഷ്യൻ, അയാളോട്, അയാളുടെ മക്കളോട്, അയാളുടെ മാതാപിതാക്കളോട് ഒക്കെയുള്ള ഞങ്ങളുടെ ബന്ധം, അതുകൊണ്ടല്ലേ ഞങ്ങൾ പോയത്. അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടി അവിടെ പോകുമായിരുന്നോ എന്ന് അദ്ദേഹം ഒന്ന് സ്വതസിദ്ധമായ ശൈലി ചോദിച്ചു പോയി. VS പട്ടി എന്നൊന്ന് വിളിച്ചപ്പോഴത്തേക്ക് കേരളത്തിലെ ചാനലുകളൊക്കെ ഇവിടെ പെരുന്നാൾ ആഘോഷിക്കുകയായിരുന്നു VSനെതിരെ. എന്നാലോ മുന്തളിർ സെയ്ദ് ബുഷിനെ നായെന്ന് വിളിച്ചപ്പോഴേക്ക് ലോകം മൊത്തം മുന്തളിർ സെയ്ദിനെ കയ്യിലെടുത്ത് വെച്ച് ആദരിക്കുകയാ. ഓർക്കണം, നിന്റെ തൊട്ടപ്പുറത്ത് വെച്ച സദ്ദാം ഹുസൈനെ
31-ാം തീയതി 30-ാം തീയതി ഞങ്ങൾ സദ്ദാം അനുസ്മരണ യാത്ര നടത്തുകയാ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും. അന്ന് ഞങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, ബുഷിന്റെ ഒരു നല്ല പ്രതിമ കൊണ്ടുപോവുക, എന്നിട്ട് മുന്തളിർ ഉസൈദിനെ അനുസ്മരിച്ചുകൊണ്ട് ചെരുപ്പ് കൊണ്ട് ആ പ്രതിമയിൽ അടിക്കുക, എന്നിട്ട് ആ പ്രതിമ കത്തിച്ചു കളയുക. 30-ാം തീയതി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന സമരമാ പിടിപ്പ്. എന്താ ഇതേ ജോർജ് ബുഷ് ചെരുപ്പ് വന്നപ്പോൾ തല കുനിച്ചു ഗ്രീൻ സോണിൽ. എന്നാൽ അതിന് കുറച്ചപ്പുറത്താണ് സദ്ദാം ഹുസൈനെ ബലിപെരുന്നാളിന്റെ തലേ ദിവസം തൂക്കിക്കൊന്നത്. സദ്ദാം ഹുസൈൻ തൂക്കുമരത്തിലേക്ക് കയറുമ്പോഴും അദ്ദേഹത്തിനെതിരെ 4 ഭാഗത്തു നിന്നും ആക്ഷേപങ്ങൾ ചൊരിയുമ്പോഴും അദ്ദേഹത്തെ ആരുമറിയാതെ രാത്രിയിൽ കൊണ്ടുപോയി തൂക്കുമരത്തിലേക്ക് കയറ്റിയപ്പോഴും സദ്ദാം ഹുസൈൻ എന്ന വീരനായ പുത്രൻ ഒരിക്കൽ പോലും തലകുനിച്ചില്ല മക്കളെ, തലകുനിച്ചില്ല. പക്ഷേ ജോർജ് ബുഷ് 2 വട്ടം മുന്തളിർ ഉസൈദിന്റെ ഷൂവിന്റെ മുമ്പിൽ 2 വട്ടം തലകുനിക്കേണ്ടി വന്നു. 2 വട്ടം തലകുനിച്ചു ചെരുപ്പ് കൊണ്ടുള്ള ഏറ് വന്നപ്പോൾ. മുന്തളിർ ഉസൈദ്, ആ പേര് പോലും എത്ര ഭംഗിയാണ്, എത്ര മനോഹരമാണെന്ന് മനുഷ്യ മനസ്സുകളിൽ അത് എത്ര കയറിപ്പിടിച്ചു. കാരണം എന്താ? ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ പോകുമ്പോൾ റെസ്റ്റ് ഹൗസിൽ വന്ന് മഗ്‌രിബ് നിസ്കരിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ വരുന്നു എന്റെ കൂടുള്ള ആളിന്. എന്താ? ഇസ്രായേൽ ഗാസാ മുനമ്പിലേക്ക് റോക്കറ്റ് വിട്ടു, 150-ലധികം പേര് മരിച്ചു, 60-ലധികം പേര് ആശുപത്രിയിലായി. ഗാസാ മുനമ്പിൽ 1.5 വർഷം കൊണ്ട് ഉപരോധം നടക്കുകയാ. വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ, വൈദ്യുതി കൊടുക്കാതെ, പെട്രോളോ മണ്ണെണ്ണയോ കൊടുക്കാത്തത് കൊണ്ട് ജനറേറ്റർ പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ 1.5 വർഷമായിട്ട് ഗാസാ മുനമ്പിലെ 15 ലക്ഷം ജനങ്ങളെ ഉപരോധത്തിലിട്ട് പീഡിപ്പിക്കുകയാ. എന്നിട്ട് ആ ഉപരോധം പിൻവലിക്കണമെന്ന് പല രാഷ്ട്രങ്ങളും ആവശ്യപ്പെട്ടിട്ട് അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ ഇപ്പോൾ അവിടത്തേക്ക് റോക്കറ്റ് വിട്ട് 100 കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞിരിക്കുന്നു. പക്ഷേ ഒന്നറിയണം, ജോർജ് ബുഷ് എന്നറിയണം, ഇസ്രായേൽ ഒന്നറിയണം, ജൂതപരിഷകളൊന്നറിയണം, ഫാസിസ്റ്റ് ദുശക്തികൾ ഒന്നറിയണം. ലോകത്തൊരിക്കലും അക്രമികൾ വിജയിച്ചിട്ടില്ല. ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഫറോവമാരുൾപ്പെടെ, നമ്രൂദുമാരുൾപ്പെടെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ അധികാരികളെല്ലാം തകർന്ന് തരിപ്പണമായിട്ടേ ഉള്ളൂ. നിങ്ങൾക്കറിയോ, ഗാസയിലെ 45% കുഞ്ഞുങ്ങൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാ, മരുന്ന് കിട്ടാത്തത് കൊണ്ടും കുടിവെള്ളം, ശുദ്ധവെള്ളം പോലും കിട്ടാത്തത് കൊണ്ട്. എന്നിട്ട് ചില മനുഷ്യാവകാശ സംഘടനകൾ ഗാസയിൽ കടന്നിട്ട് ഗാസയിലെ സ്കൂളുകളിൽ പോയിട്ട് കുട്ടികളെ വിളിച്ചു നിർത്തിയിട്ട് ഇന്റർവ്യൂ നടത്തി. രോഗമില്ലാതെ വീണു പോകാതെ സ്കൂളിൽ പോകുന്ന കുട്ടികളെ വിളിച്ചു നിർത്തിയിട്ട് ചോദിച്ചു, നിങ്ങൾക്കാരാകാൻ ആഗ്രഹം? ഡോക്ടർ, എഞ്ചിനീയർ, മന്ത്രി, MP, എന്താ നിങ്ങൾക്കാകേണ്ടത് ചോദിച്ചപ്പോൾ ഗാസയിലെ സ്കൂളുകളിലെ 71% പിഞ്ചുകുട്ടികൾ മറുപടി പറഞ്ഞത്, ഞങ്ങൾക്ക് ഇസ്രായേലിനെതിരെ പൊരുതുന്ന രക്തസാക്ഷികളാകാനാണ് ആഗ്രഹമെന്ന്. ഗാസയിലെ സ്കൂളുകളിൽ പഠിക്കുന്ന 71% പിഞ്ചുകുട്ടികൾ വീട്ടിൽ നിന്നൊരു റൊട്ടി പോലും തിന്നാനില്ലാത്തപ്പോഴും, കുടിക്കാൻ ഒരു ഗ്ലാസ് ശുദ്ധജലം കിട്ടാത്തപ്പോഴും ഗാസയിലെ 71% മക്കൾ പറഞ്ഞത്, ഞങ്ങൾക്ക് രക്തസാക്ഷികളാകാൻ ആഗ്രഹം. ഇസ്രായേലിനെതിരെ പൊരുതുന്ന രക്തസാക്ഷികൾ. ജോർജ് ബുഷ് ജാഗ്രത, ഇസ്രായേൽ ജാഗ്രത. ഒരിക്കലും ധിക്കാരികൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, ഒരിക്കലും സാമ്രാജ്യത്വ ശക്തികൾക്ക് വിജയിക്കാൻ പറ്റില്ല, ഒരിക്കലും ഫാസിസ്റ്റ് ശക്തികൾക്ക് വിജയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്കിൾ സാം പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് ഇവിടെയും നമ്മുടെ കൊച്ചു ജൂനിയർ അങ്കിൾ സാമുകൾ പറയുന്നത്. എന്താ? മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണെന്ന് ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ഭീകരവാദികളൊക്കെ മുസ്ലിങ്ങളാണ്. ഇപ്പൊ എന്താ? മാളത്തിലേക്ക് നന്നായിട്ടങ്ങ് കൈയിട്ട് നോക്കിയപ്പോൾ പുറത്തേക്ക് വന്നതാരാ? പ്രഖ്യാ സിംഗ് താക്കൂർ. മുസ്ലിമാണോ? സന്യാസിനിയാണ്. പിന്നെ രണ്ടാമതാരാ? ലഫ്റ്റനന്റ് കേണൽ ശ്രീകാന്ത് പുരോഹിത്. ലഫ്റ്റനന്റ് കേണൽ ഇന്ത്യയുടെ ഇന്ന് പത്രത്തിലുണ്ട്. കൂടുള്ള സൈനിക ഉദ്യോഗസ്ഥൻ മൊഴി കൊടുത്തിരിക്കുന്നു കോടതിയില്. സൈന്യത്തിൽ നിന്ന് വിലപിടിപ്പുള്ള സ്ഫോടക വസ്തുക്കൾ മോഷ്ടിച്ച് ഇദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട് എന്ന്, ധാരാളം സ്ഫോടക വസ്തുക്കൾ അവിടെ നിന്ന് കടത്തിയിട്ടുണ്ടെന്ന് കൂടുള്ള സൈനികൻ കോടതിയിൽ മൊഴി കൊടുത്തിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ സ്ഫോടക വസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുവച്ച് ബോംബ്. നമ്മളൊക്കെ ഈ ബോംബ് പൊട്ടുമ്പോൾ നേരത്തെ പറഞ്ഞ വികാരമാണ് നമുക്കുള്ളതെന്നതുകൊണ്ട് ബോംബ് പൊട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തിനായി ചെറുപ്പക്കാരിങ്ങനെ ചെയ്യുന്നേ? പടച്ചോനെ, ഇതിന്റെ പിന്നിൽ മുസ്ലിങ്ങളാണോ? ഇവർക്ക് എന്തു പറ്റി? ഇവരെന്ത് മനസ്സിലാക്കിയാ ഇത് ചെയ്യുന്നത്? 9.5 കൊല്ലം കോയമ്പത്തൂർ ജയിലിൽ കിടന്ന പൊന്നുമോനെ കൊന്നിട്ട് അവന്റെ ലിംഗം വരെ മുറിച്ചെടുത്തു. ഇങ്ങനെ ക്രൂരമായ കൊലപാതകം നടന്നു. നിങ്ങൾ അറിയണം, അതിന്റെ പേരിൽ ഒരൊറ്റയാൾ
കോയമ്പത്തൂർ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടപ്പില്ല. ഒരാൾ പോലുമില്ല കോയമ്പത്തൂർ ജയിലിൽ. എന്നാൽ അവിടെ 167 പേര് ബോംബ് സ്ഫോടനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. അതിൽ 70 പേര് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നു. ഈ ആദ്യമുണ്ടായ സംഭവത്തിന് മറുപടി ഈ ബോംബ് സ്ഫോടനമല്ലായിരുന്നു. ജനാധിപത്യ ശക്തികളോടൊപ്പം നിന്നുകൊണ്ട് ഇവരെ ഒറ്റപ്പെടുത്തുകയായിരുന്നു വേണ്ടത്. പക്ഷേ ബോംബ് സ്ഫോടനം നടത്തിയപ്പോൾ അവിടെ എന്തുണ്ടായി? അവിടെ നടന്ന ബോംബ് സ്ഫോടനത്തിന്റെ പേരിൽ ഒരൊറ്റ വീട്ടിൽ പോലും എത്ര വീടുകളാ ചെറുപ്പക്കാരില്ലാത്ത വീടുകൾ, ആണുങ്ങളില്ലാത്ത വീടുകൾ, പിഞ്ചു മക്കൾ, 8 വയസ്സും 10 വയസ്സുമുള്ള കുട്ടികൾ. ജയിലിലായതിനു ശേഷം ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ജയിലിലായവർ ഭാര്യ പ്രസവിച്ചിട്ട് പിന്നീട് വളർന്നു വന്ന ആ കുട്ടികൾ, 8-9 വയസ്സുള്ള കുട്ടികൾ, അവർ പോയിട്ട് കടകളിൽ പാത്രം കഴുകി കൊടുത്തിട്ട് താൻ ജനിക്കുമ്പോൾ കാണാൻ പോലും ഭാഗ്യം കിട്ടാത്ത ഉപ്പായിക്ക് ബിസ്ക്കറ്റും എണ്ണയും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നു. അപ്പൊ എവിടെ ബോംബ് സ്ഫോടനം നടന്നാലും അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് മുസ്ലിം സമുദായമാണ്. മുസ്ലിം സമുദായം ഇങ്ങനെ അനുഭവിക്കുന്ന സാഹചര്യം ഈ ബോംബ് സ്ഫോടനങ്ങളുടെ പേരിൽ സൃഷ്ടിക്കപ്പെടുന്ന ഈ കുട്ടികൾക്ക് ബുദ്ധിയില്ലേ എന്ന് നമ്മൾ ചിന്തിക്കുമായിരുന്നു. പക്ഷേ ഇപ്പൊ പുറത്തു വരുന്നത് എന്താ? മുസ്ലിം ചെറുപ്പക്കാർ മാത്രമല്ല, സബ്ജോറ എക്സ്പ്രസിൽ ബോംബ് വെച്ചത് മുസ്ലിം ചെറുപ്പക്കാരല്ല, അജ്മീറിൽ ബോംബ് വെച്ചത് മുസ്ലിം ചെറുപ്പക്കാരല്ല, മലേഗാവിൽ ബോംബ് വെച്ചത് മുസ്ലിം ചെറുപ്പക്കാരല്ല, ഹൈദരാബാദിലെ മക്കാ മസ്ജിദിന് ബോംബ് വെച്ചത് മുസ്ലിം ചെറുപ്പക്കാരല്ല. അറിയണം എന്റെ സഹോദരങ്ങള്, മക്കാ മസ്ജിദിന് ബോംബ് വെച്ചു എന്ന പേരിൽ 21 മുസ്ലിം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി 1 വർഷത്തിലധികം തടവിലിട്ടിട്ട് അവസാനം കോടതി പറഞ്ഞിട്ട് അവരെ വിട്ടു. വർഷങ്ങളോളം ജയിലിൽ കിടന്നിട്ട് അവരെ വിട്ടു. അവർ പുറത്തു വന്നപ്പോൾ എന്താ അവസ്ഥ? ഈ 21 ചെറുപ്പക്കാരിൽ പലർക്കും എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാതി കഠിനമായ പീഡനം. പലരുടെയും ലിംഗത്തിൽ കിലോ കണക്കിന് തൂക്കമുള്ള സാധനങ്ങൾ ലിംഗത്തിൽ കെട്ടി തൂക്കിയിട്ട് പീഡിപ്പിച്ചു, ലിംഗത്തിൽ വൈദ്യുതാഘാതമേൽപ്പിച്ച് പീഡിപ്പിച്ചു, ലിംഗത്തിലൂടെ കമ്പി കയറ്റി പീഡിപ്പിച്ചു. എല്ലാ തരത്തിലുള്ള 3-ാം മുറകളും പ്രയോഗിച്ച് 21 ചെറുപ്പക്കാർ പീഡിപ്പിക്കപ്പെട്ടതിനു ശേഷം അവർ പുറത്തു വന്നു. ഇവർ നിരപരാധികളാണെന്ന് ഇവരിങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്നും അബ്ദുൽ നാസർ മഅദനി പറയുന്നതല്ല. ആന്ധ്രയിലെ ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി മുഹമ്മദ് അലി ഷബീർ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞതാ, ഇവരിങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് അതിന് ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു, ഇവരെ ഇത്രയും കാലം ലിംഗത്തിൽ കട്ടി തൂക്കിയിട്ടും കമ്പി കയറ്റിയും പീഡിപ്പിച്ചതിന് പകരം ഓരോരുത്തർക്കും 30,000 രൂപ വീതം കൊടുക്കാമെന്ന്. ഒരു ഓട്ടോറിക്ഷ കൊടുക്കാം. ഒരു ഓട്ടോറിക്ഷ അല്ല, സ്വർണത്തിന്റെ കൂന കൊടുത്താലും നഷ്ടപ്പെട്ട ആരും തിരിച്ചു കിട്ടുമോ? ഇങ്ങനെ നിരപരാധികൾ പലരും പീഡിപ്പിക്കപ്പെട്ടു. മുസ്ലിങ്ങളാണ് എല്ലാ സ്ഫോടനത്തിന്റെ പിന്നിലെന്നും പറഞ്ഞു. അവസാനം ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന മിലിറ്ററി ഉദ്യോഗസ്ഥന്മാരിൽപ്പെട്ടവർ, ഇന്ത്യയെ രക്ഷിക്കാൻ പതുക്കെടുത്തവർ, ഇന്ത്യ രാജ്യത്തിന്റെ മിലിറ്ററിയിലെ ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ അവിടുന്ന് കൊണ്ടുവന്നിട്ട്, അവിടുന്ന് കടത്തിക്കൊണ്ടുവന്നിട്ട് ബോംബുണ്ടാക്കി പെരുന്നാളിന്റെ തലേന്ന് പള്ളിക്ക് മുമ്പിൽ വെച്ച് പൊട്ടിച്ച് 30-ലധികം പേര് മരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് സ്ഫോടനങ്ങൾ. ഇത് വന്നപ്പോൾ ഇതുവരെ ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കുമൊന്നും മനുഷ്യാവകാശം കൊടുക്കരുത് എന്ന് പറഞ്ഞ് ഇതുപോലെ നിരപരാധികളെ കൊണ്ടിട്ട് ഇഞ്ചിഞ്ചായി ചതയ്ക്കുമ്പോഴും അതിനെതിരെ ഒരു ഉരിയാടാതെ അവരെ ചതയ്ക്കാൻ വീണ്ടും വീണ്ടും പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന സംഘപരിവാർ. ഇപ്പൊ അദ്വാനിജി പറയുന്നു മനുഷ്യർക്കെല്ലാം മനുഷ്യാവകാശമുണ്ട്. എനിക്ക് മനുഷ്യാവകാശം ലഭ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തമിഴ്നാട്ടിലെ ഹൈക്കോടതിയിൽ എനിക്ക് ജാമ്യാപേക്ഷ ഇട്ടപ്പോൾ ജസ്റ്റിസ് തനികാചലം പറഞ്ഞു, മനുഷ്യാവകാശം മനുഷ്യർക്കുള്ളതാണ്, മനുഷ്യരെ കൊല്ലുന്നവർക്കുള്ളതല്ല. അതുകൊണ്ട് ഇയാൾക്ക് മനുഷ്യാവകാശം കൊടുക്കാൻ പറ്റൂല. ജഡ്ജിയാ പറഞ്ഞത്, സംഘപരിവാറിന്റെ സഹയാത്രികനായ ജഡ്ജി. റിട്ടയർ ചെയ്ത് പോയി മൂപ്പര്. അങ്ങനെ പറഞ്ഞു. ഞാൻ ജാമ്യാപേക്ഷ ഇട്ടപ്പോൾ അയാൾ എഴുതി, ഇയാളുടെ വലതുകാല് ബോംബ് വെച്ച് തകർക്കപ്പെട്ടിട്ടുണ്ട്, ഇയാളുടെ ഒരു കാല് ബോംബാക്രമണത്തിൽ പോയത് കൊണ്ട് തന്നെ ബോംബ് കൾച്ചർ ഈസ് ഇൻഹെറന്റ് ഇൻ ഹിം, ഇയാളിൽ ബോംബ് സംസ്കാരം അന്തർലീനമായിരിക്കുന്നു എഴുതി. കാര്യം എന്താ? ഇയാളുടെ ഒരു കാല് ബോംബേറ്റ് പോയിട്ടുണ്ട്. പക്ഷെ അന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. ഇപ്പോഴും എനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ അന്ന് ആ ജഡ്ജിമെന്റ് ആ ബെയിൽ തള്ളിയ പേപ്പർ എടുത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, മിസ്റ്റർ തനികാചലം, നിങ്ങളെ ആരെങ്കിലും പോന്ന വഴിയിൽ ഒരു ബോംബെറിഞ്ഞാൽ, ഒരു കയ്യങ്ങ് പോയാൽ എനിക്ക് പറയാൻ പറ്റുമോ തനികാചലത്തിൽ ബോംബ് കൾച്ചർ ഈസ് ഇൻഹെറന്റ് ഇൻ ഹിം എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങൾ നീതിമാനായ ജഡ്ജിയല്ല. അതുകൊണ്ട് നിങ്ങൾ ഈ കേസ് നടത്തണ്ട, നിങ്ങൾ ഇപ്പൊ തന്നെ വിധി പറഞ്ഞോ, എനിക്ക് തൂക്ക് തന്നോ, ഞാൻ തക്ബീർ നാദം മുഴക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ തൂക്കുമരത്തിലേക്ക് പോകുമെന്ന് ഞാൻ ആ ജഡ്ജിയോട് പറയുകയുണ്ടായി, മുഖത്ത് നോക്കിക്കൊണ്ട്. എനിക്ക് ഇപ്പോഴും ഓർക്കും.